നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. അഴിമതി ആരോപണങ്ങൾ വകവയ്ക്കാതെ TP ദാസനെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാക്കി. മേഴ്സിക്കുട്ടൻ വൈസ് പ്രസിഡന്റ്. ഇരുവരും ചുമതലയേറ്റു. കൗൺസിലിൽ 9 അംഗങ്ങൾ. കാണാതായ എയർഫോഴ്സ് വിമാനത്തെക്കുറിച്ച് 2ാം ദിവസവും ഒരു വിവരവുമില്ല. യാത്രക്കാരിൽ 2 മലയാളികളും. തീര നാവികസേനകളുടെ തെരച്ചിൽ വിഫലം. മോശം കാലാവസ്ഥയെ തുടർന്ന് തെരച്ചിൽ താൽക്കാലികമായി നിർത്തി. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിക്ക് CPI യോഗത്തിൽ നിശ്ചിത വിമർശനം. പിണറായിയുടെ പല തീരുമാനങ്ങളും ജനകീയ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും. സ്വന്തമായി അറിവില്ലാത്തതുകൊണ്ടാണോ ഇത്രയധികം ഉപദേഷ്ടാക്കളെന്നും CPI. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള തർക്കം തീർക്കാൻ സ്ഥിരം സമിതി. സംഘടനാ പ്രതിനിധികളും AGയും DGPയും അംഗങ്ങൾ. തീരുമാനം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ. ഇരുപക്ഷവും സൗഹാർദ്ദപാത സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി. വിജിലൻസ് FIRൽ വിശദീകരണവുമായി K. ബാബു. ബാർ ലൈസൻസ് അനുവദിച്ചത് UDF സർക്കാരിന്റെ മദ്യനയം അനുസരിച്ച്. വിജിലൻസ് കേസിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന. 16ാം ദിനവും ശാന്തമാകാതെ കശ്മീർ താഴ്വര. സംഘർഷത്തിൽ ഇന്ന് ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീനഗറിലെത്തി. മുഖ്യമന്ത്രിക്കൊപ്പം പൗരപ്രമുഖരുമായും രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തും. IS ബന്ധം സംശയിക്കുന്നയാളെ മുംബൈയിൽ അറസ്റ്റ് ചെയ്തു. പിടിയിലായത് റിസ്വാൻ ഖാൻ എന്ന മഹാരാഷ്ട്ര സ്വദേശി. അറസ്റ്റ് കേരള മഹാരാഷ്ട്ര പോലീസിന്റെ സംയുക്ത ഓപ്പറേഷനിൽ. റിസ്വാന് സക്കീർ നായിക്കുമായി ബന്ധം. ജർമ്മൻ നഗരമായ മ്യൂണിക്കിൽ ഭീകരാക്രമണം. 9 മരണമെന്ന ഔദ്യോഗിക റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്ക്. കൊലപാതകി സ്വയം വെടിവെച്ചു മരിച്ചു. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി TP ദാസൻ ചുമതലയേറ്റു. ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടനാണ് വൈസ് പ്രസിഡന്റ്. സ്പോർട്സ് വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് TP ദാസൻ പറഞ്ഞു. TP ദാസനെ പ്രസിഡന്റായും ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്ത് ഉച്ചയോടെയാണ് സർക്കാർ ഉത്തരവിറക്കിയത്. വൈകുന്നേരം 4 മണിക്ക് സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്തെത്തി ഇരുവരും ചുമതലയേറ്റെടുക്കുകയും ചെയ്തു. ബോക്സിംഗ് ലോക ചാമ്പ്യൻ KC ലേഖ, ബാഡ്മിന്റൺ താരം ജോർജ് തോമസ് എന്നിവരാണ് കായിക പ്രതിഭകളുടെ പട്ടികയിൽ നിന്നും കൗൺസിലിൽ ഇടം നേടിയവർ. നീന്തൽ അന്താരാഷ്ട്ര റഫറി S. രാജീവ്, മുൻ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് OK വിനീഷ്, അമ്പെയ്ത്ത് അസോസിയേഷൻ ഭാരവാഹി MR രഞ്ജിത്ത്, കനോയിങ് ആൻഡ് കയാക്കിംഗ് അസോസിയേഷൻ ഭാരവാഹി TI മനോജ് എന്നിവരെയും കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. കായിക മേഖലയിൽ മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കുന്നതിനാണ് മുൻഗണനയെന്നും ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ അടിയന്തരമായി പുനഃസംഘടിപ്പിക്കുമെന്നും പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം TP ദാസൻ വ്യക്തമാക്കി. സ്പോർട്സ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക, കായികക്ഷമതാ പദ്ധതി, മേജർ ഗെയിമുകളുടെ ഉയർന്ന പരിശീലന പദ്ധതി, പിന്നെ സ്പോർട്സ് ഹോസ്റ്റലുകൾ നവീകരിക്കുക. സ്പോർട്സ് കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട് നേരത്തെ, അത് നടപ്പിലാക്കാൻ നടപ്പിലായിട്ടില്ല. ഇത് മുഴുവനല്ല, അത് പ്രയോറിറ്റി അനുസരിച്ച് ഓരോന്നോരോന്ന് നടപ്പിലാക്കുക. സ്പോർട്സ് ലോട്ടറി സംബന്ധിച്ചടക്കം സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുമെന്നും TP ദാസൻ മറുപടി നൽകി. അല്ല, അതിപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്, അതിൽ വന്നോട്ടെ. പക്ഷേ അതിൻ്റെ വസ്തുത, സ്പോർട്സ് ലോട്ടറി കൊണ്ട് സ്പോർട്സ് കൗൺസിലിനും സ്പോർട്സ് രംഗത്തും ലാഭമാണ് ഉണ്ടായത്. കായിക മന്ത്രി EP ജയരാജനോട് ഇടഞ്ഞ് നേരത്തെ അഞ്ജു ബോബി ജോർജ് കൗൺസിലിൽ നിന്നും രാജിവെച്ചതാണ് സ്പോർട്സ് കൗൺസിൽ പുനഃസംഘടനയ്ക്ക് വഴിവെച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ന്യൂസ് ടുഡേ പരിശോധിക്കുന്നത്. ചർച്ചയിൽ മുൻ സ്പോർട്സ് കൗൺസിൽ അംഗം സലീം P. ചാക്കോ, പുനഃസംഘടിപ്പിക്കപ്പെട്ട സ്പോർട്സ് കൗൺസിൽ അംഗം OK വിനീഷ് എന്നിവരാണ് ഈ ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ OK വിനീഷ്, സ്പോർട്സ് കൗൺസിലിനെ അഴിമതി മുക്തമാക്കാനാണല്ലോ പുതിയ ഭരണസമിതിയെ ചുമതല ഏൽപ്പിക്കുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത്. അഞ്ജു ബോബി ജോർജ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ മന്ത്രി അത് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, സ്പോർട്സ് ലോട്ടറിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണമടക്കം കഴിഞ്ഞ 10 വർഷത്തെ സ്പോർട്സ് കൗൺസിലിലെ അഴിമതികൾ അന്വേഷിക്കുകയാണ്. ശ്രീ TP ദാസൻ അടക്കമുള്ളവർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതും. അത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം ഇനിയും ലഭിച്ചിട്ടുമില്ല. TP ദാസനെ വീണ്ടും ആ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ എങ്ങനെയാണ് സ്പോർട്സ് കൗൺസിലിനെ അഴിമതി മുക്തമാക്കാൻ ഈ സർക്കാരിന് കഴിയുക? ഹലോ വിനീഷ്, കേൾക്കാമോ? താങ്കൾക്ക് കേൾക്കാമോ? ഹലോ, കേൾക്കാം. എൻ്റെ ചോദ്യം ഇതാണ്. ഇവിടെ ആദ്യം പരിശോധിക്കേണ്ട വിഷയം, പറഞ്ഞോളൂ. ഇവിടെ ആദ്യം പരിശോധിക്കേണ്ട വിഷയം, കഴിഞ്ഞ 6 മാസക്കാലമായി ഇവിടെ
പ്രിയങ്കരിയായ അഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. അത് ആരോപണമെന്നാൽ സത്യമല്ല. ആരോപണം കഴിഞ്ഞ 6 മാസക്കാലം കേരളത്തിനകത്ത് ഒരു വിഷയത്തിനകത്ത് ഒന്നും ഇടപെടാൻ സാധിക്കാതെ, ഒരു വിഷയത്തിനകത്ത് ഒരു ഏറ്റവും പർപ്പസായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ കൗൺസിലിൽ നിന്ന് പോകുമ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ലോട്ടറിയുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ UDF ഗവൺമെൻറ്റാണ് ഭരണത്തിലുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഇത് അന്വേഷിച്ചിട്ടില്ല? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ വിഷയം എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് സലീമിനൊക്കെ അറിയാം, ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സത്യത്തിൽ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത്. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് കിട്ടാൻ ബാക്കിയുള്ള കാശ് എന്ന് ഇവർ സൂചിപ്പിക്കുന്നത് അത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റ് സ്പോർട്സ് കൗൺസിലുകളും തിരിച്ചടക്കാൻ ബാക്കിയുള്ള കാശാണ്. അല്ലാതെ ഈ കാശൊന്നും എവിടെയും പോയിട്ടില്ല. ഇത് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. ആർക്കാ പേടി? സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി വെറുതെ പുകമറ സൃഷ്ടിച്ച് ഒരാളെ ആരോപണ വിധേയനാക്കി കുറ്റവാളിയാക്കുന്ന ഈ രീതി മാറണം. സത്യസന്ധമായി അന്വേഷിക്കട്ടെ. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഉണ്ടായിട്ടും ഒരു അന്വേഷണം നടത്താതെ ഇപ്പോൾ പോകുന്ന ഘട്ടത്തിൽ എല്ലാം അങ്ങ് പോകട്ടെ എന്ന് വെച്ച് ആരോപണം ഉന്നയിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിനകത്ത് എന്തെങ്കിലും തീരുമാനിക്കാൻ വേണ്ടി പറ്റുമോ? ശ്രീ വിനീഷ്, ഇപ്പോൾ ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ റിപ്പോർട്ടിലും ഈ ക്രമക്കേട് സംബന്ധിച്ച സൂചനകൾ ഉണ്ടായിരുന്നു. അഞ്ജു ബോബി ജോർജ് സ്ഥാനമൊഴിയുന്നതിന് തൊട്ടുമുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സമീപനാളിൽ കേരളത്തിലെ സ്പോർട്സ് കായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയായിരുന്നു സ്പോർട്സ് ലോട്ടറി എന്നാണ്. അതുപോലെ അവർ അക്കാര്യത്തിൽ പറഞ്ഞത് ഇത് അഴിമതിയുടെ ബമ്പർ എന്നാണ് മന്ത്രിക്ക് അയച്ച തുറന്ന കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച ആരോപണം ഉന്നയിക്കുന്നത് അഞ്ജു ബോബി ജോർജ് തന്നെയല്ല, അതിനു മുമ്പും ഈ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ UDF സർക്കാർ അത് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ശരിയാണ്. പക്ഷേ ഇപ്പോൾ അത് അന്വേഷണത്തിന് തീരുമാനിച്ചിരിക്കുന്നു. 10 വർഷത്തെ അഴിമതി അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശം നൽകി. അതിൽ ഇതും ഉൾപ്പെടും. ഞാൻ പറഞ്ഞത് അങ്ങനെ ആരോപണ വിധേയനായ ഒരാൾ ആ പദവിയിൽ ഇരിക്കുന്നു എന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഹലോ, ഞാൻ വരാം. താങ്കൾക്കത് ചോദ്യം വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വരാം. ശ്രീ സലീം പി ചാക്കോ, ഇവിടെ നിങ്ങൾ ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ഭരണസമിതി ചുമതല ഒഴിയുന്നതിന് മുമ്പ് ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ, അതിലൊക്കെ ഇപ്പോഴും താങ്കളൊക്കെ ഉറച്ചു നിൽക്കുകയുമാണ്. അതടക്കമുള്ള എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കാൻ വിജിലൻസ് തീരുമാനിക്കുകയും ചെയ്തു. അതിനിടയിലാണ് TP ദാസൻ തന്നെ വീണ്ടും ചുമതല ഏൽക്കുന്നത്. അന്ന് അഞ്ജു ബോബി ജോർജ് പറഞ്ഞത് ചില സ്ഥാനങ്ങൾ നോട്ടമിട്ടവരുടെ താല്പര്യം കണക്കിലെടുത്തുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇത് അവർ മന്ത്രിക്ക് എഴുതിയ കത്തിലും വ്യക്തമാക്കിയിരുന്നു. ഈ സ്ഥാനങ്ങൾ നോട്ടമിട്ടവർ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചവരൊക്കെ തന്നെയാണോ ഈ ഭരണസമിതിയുടെ തലപ്പത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്? എല്ലാം ശരിയായി തുടങ്ങിയിരിക്കുകയാണ്. അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെൻറ് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോർട്സ് ലോട്ടറി അടക്കം നിരവധി പ്രശ്നങ്ങളിൽ കേരളത്തിലെ കായിക രംഗത്തിന് ഭീമമായ നഷ്ടമുണ്ടാക്കിയ ആളുകളെ തന്നെയാണ് വീണ്ടും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് ബിനീഷ് ചോദിച്ച പോലെ UDF ഗവൺമെൻറ് കാലത്ത് 4 വർഷം ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആരും പറഞ്ഞില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പം അഞ്ജു ബോബി ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ ഭരണസമിതിക്ക് പറയാൻ കഴിയില്ല. ശ്രീമതി അഞ്ജു ബോബി ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ജനുവരി 2-നാണ് ചുമതലയിൽ വരുന്നത്. ഏറ്റവും അവസാനം മാർച്ച് 2-നാണ് ഞാൻ ആ ബോർഡിലേക്കും വന്നത്. ഈ ബോർഡ് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ആ 6 മാസത്തിനുള്ളിൽ 3 മാസം എന്ന് പറയുന്നത് ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അതെല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് 6 മാസം. തീർച്ചയായും ഈ 3 മാസം കൊണ്ട് ഞങ്ങൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ഗുരുതരമായ അഴിമതിയാണ് സ്പോർട്സ് ലോട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ളതെന്ന് ഞങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, അതോടൊപ്പം തന്നെ പ്രിയങ്കനായ സഖാവ് M വിജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സ്പോർട്സ് മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ കാലത്തെ ലോക്കൽ ഓഡിറ്റ് ഫണ്ട് റിപ്പോർട്ട്, AG റിപ്പോർട്ട് എല്ലാം വളരെ വസ്തുതാപരമായ രേഖകളിലൂടെ പറഞ്ഞിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ സംസ്ഥാന ലോട്ടറി
അതായത് സ്പോർട്സ് ലോട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടം വന്നിട്ടുണ്ട്, തെളിവുകളില്ല, റെസിപ്റ്റുകളില്ല, കൗണ്ടർ ഫോയിലുകളില്ല, മറ്റനുബന്ധ രേഖകളില്ല എന്ന് കണ്ടെത്തിയത് ഞങ്ങളല്ല, ലോക്കൽ ഓഡിറ്റ് ഫണ്ട് അതോടൊപ്പം തന്നെ AG റിപ്പോർട്ടുമാണ്. അപ്പോൾ ചോദിക്കാം, എന്താണ് അതിന് മറുവശമെന്ന്? അതിൻ്റെ മറുവശമുണ്ട്. ഇപ്പം തന്നെ ഒരാളെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് വിൽക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് വിട്ടു. ആ നിയമം എവിടെയാണ്? എൻ്റെ പ്രിയ സുഹൃത്തിന് ബിനീഷ് അറിയാമോ? ഇന്ത്യൻ ലോട്ടറി എങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ കൊണ്ട് വിൽക്കാൻ പറ്റും? 10 ലക്ഷം രൂപയാണ് രേഖയിൽ പറയുന്നത്. പക്ഷെങ്കിൽ ടിക്കറ്റ് 10 ലക്ഷം രൂപയുടെ ടിക്കറ്റ് വിൽക്കുമ്പോൾ 2 ലക്ഷം രൂപ കമ്മീഷൻ എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപയുടെ ടിക്കറ്റ് വിൽക്കാൻ നമ്മൾ ഗൾഫിൽ പോയപ്പോൾ 8 ലക്ഷം രൂപ നമ്മുടെ സ്പോർട്സ് ലോട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടയ്ക്കേണ്ട സ്ഥാനത്ത് അഡ്വാൻസ് ആയിട്ടാണ് 2 ലക്ഷം രൂപ മുമ്പേർ കൊടുത്തിരിക്കുന്നു. ലോക്കൽ ഓഡിറ്റ് ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നത് എന്താ? അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആളുണ്ടോ? ഞാൻ ആളുടെ പേര് ഇപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇതെല്ലാം ഞങ്ങൾ വിജിലൻസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അക്കൗണ്ടിൽ നിന്ന് 75,000 രൂപ എടുത്താണ് ടിക്കറ്റ് എടുത്തു കൊടുത്തിരിക്കുന്നത്, എയർ ടിക്കറ്റ് എടുത്തു കൊടുത്തിരിക്കുന്നത്. എയർ ടിക്കറ്റ് 75,000 രൂപ കൊടുക്കുന്നു, കമ്മീഷൻ 20% മുമ്പേറായി കൊടുക്കുന്നു. എന്നാൽ ലോക്കൽ ഓഡിറ്റ് ഫണ്ട് ആ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? 2.5 ലക്ഷം രൂപ, അതായത് 8 ലക്ഷം അടയ്ക്കേണ്ട സ്ഥാനത്ത് 2.5 ലക്ഷം രൂപ കുറച്ചാണ് അടച്ചിട്ടുള്ളത്. എന്നാൽ സലീം പി ചാക്കോ, 10 ഞാൻ ലക്ഷത്തിന്റെ താങ്കൾ പറയുന്നത് സമ്മതിക്കാം, ലോക്കൽ ഫണ്ട് ആ ഓഡിറ്റിന്റെ വ്യക്തി ഗൾഫിൽ റിപ്പോർട്ടിൽ പോയത്. ഇക്കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ 6 മാസം ആ പദവിയിൽ ഇരുന്നുവല്ലോ, സ്പോർട്സ് കൗൺസിലിൽ പ്രവർത്തിച്ചുവല്ലോ, ആ സമയത്തൊന്നും എന്തുകൊണ്ട് ഈ വിഷയം അന്വേഷിക്കണമെന്ന് വിജിലൻസിനോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടില്ല? നിങ്ങൾ പദവി ഒഴിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചുമതല ഒഴിയേണ്ടി വരുമെന്ന ഘട്ടത്തിൽ ആണ് ഇത് അഴിമതിയുടെ ബമ്പറാണെന്നും കഴിഞ്ഞ നൂറ്റാണ്ടിനിടെ കായിക കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണെന്നും ഒക്കെ പറയുന്നത്. അത്രയും നാളും നിങ്ങളും ഇതിനു മുകളിൽ അടയിരിക്കുകയായിരുന്നു. അല്ല, ഞങ്ങൾ അടയിരിക്കുകയല്ല. ഒരു കാര്യം, കേരളീയ സമൂഹം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ വിഷയങ്ങളെ പഠിക്കുന്നവരും തെളിവോടുകൂടിയും കാര്യങ്ങൾ പറയണം. ഞങ്ങൾ കഴിഞ്ഞ ഇതെന്ന് നടന്നാണെന്ന് വിചാരിച്ചു 2007 നടന്ന സംഭവങ്ങളാണ്, എത്ര വർഷം മുമ്പ് നടന്നതാണെന്നുള്ളത് നമ്മൾ വിജയമാനം ഓർക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധ ഫയലുകൾ, ഈ വിഷയം മാർച്ച് 2-ാം തീയതി പുതിയ ബോർഡിൽ ഞാൻ വന്നതിന് ശേഷം ഞാനാണ് ഈ വിഷയം ബോർഡിൽ ഉന്നയിച്ചത്. ആ ഫയലുകൾ ലഭ്യമായതിനു ശേഷമാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത്. വസ്തുതാപരമായി പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് എന്തും പറയാം. പക്ഷെങ്കിൽ സ്പോർട്സ് ലോട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക്കൽ ഓഡിറ്റ് ഫണ്ട് റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ ജനറൽ ഓഡിറ്റ് ഫണ്ട് റിപ്പോർട്ട് എല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഈ പൊതുസമൂഹത്തിലേക്ക് ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പം ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞ 10 കൊല്ലത്തെ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എല്ലാം ഇതിൽ വരുമല്ലോ, അന്വേഷിക്കട്ടെ. ഇപ്പം ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കാം. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിൽ വന്നിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രൊജക്റ്റ് ആയിരുന്നു പഴയ പൈക്ക പദ്ധതി. ആ പൈക്ക പദ്ധതിയുടെ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ച കാലയളവിൽ അന്ന് സ്പോർട്സ് കൗൺസിലിന്റെ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് ആയിരുന്നു. ആ കാലയളവിൽ കൃത്യമായ വിനിയോഗം നടത്താത്തതിന്റെ പേരിൽ 1.5 കോടി രൂപ കേരളത്തിന് നഷ്ടപ്പെടുത്തിയ വ്യക്തിയെയാണ് വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിൽ വെച്ചേക്കുന്നത്. അന്ന് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. അംഗത്തെ പിരിച്ചുവിട്ടതാണ്. ആരാണ് ആ വ്യക്തി? പേര് പറയൂ. ആരാണ് ആ വ്യക്തി? MR രഞ്ജിത്ത് എന്ന് പറയുന്ന പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് മെമ്പർ. ഞാൻ വരാം. ശ്രീ വിനീഷ്, ഇതാണ് പ്രശ്നം. ഈ ഭരണസമിതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇപ്പോൾ TP ദാസിനെതിരായ ആരോപണം, ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ കണ്ടെത്തലും അതുപോലെ തന്നെ അക്കൗണ്ടന്റ് ജനറലിന്റെ കണ്ടെത്തലുമുണ്ട്. അത് തന്നെയുമല്ല, അത് കഴിഞ്ഞ കുറേ നാളുകളായി അതിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അവശേഷിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ പുതിയൊരു ആരോപണം കൂടി സലീമിനെ പോലുള്ളവർ ഉന്നയിക്കുന്നത്. അഴിമതി മുക്തമാക്കുക സ്പോർട്സ് സംവിധാനത്തെ, സ്പോർട്സ് ഭരണസമിതിയെ എന്ന് പറയുമ്പോൾ അതിൽ വീണ്ടും ആരോപണ വിധേയർ തന്നെ അവരെ തന്നെ കുത്തി നിറയ്ക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. എന്ത് മറുപടി പറയാനുണ്ട് ഇതിനോട്? വിജയകുമാർ, ഇത് നമ്മൾ പരിശോധിക്കേണ്ടത്
ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് നിലവിൽ വന്നതിന് ശേഷം ഇവർ ആരോപണമൊന്നും ഉന്നയിച്ചില്ല. കഴിഞ്ഞ 5 വർഷക്കാലവും UDFന്റെ സംവിധാനങ്ങളുണ്ടായിരുന്നു. എപ്പോഴാണ് ഇവർ ആരോപണവുമായി വന്നിട്ടുള്ളത്? ബഹുമാന്യയായ അഞ്ജു ബോബി ജോർജിന്റെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവരുടെ അനുജൻ കൗൺസിലിനകത്ത് അവിഹിതമായിട്ട് യോഗ്യതയില്ലാതെ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. അഴിമതി അന്വേഷിക്കുന്നതിൽ ആർക്കാണ് തടസ്സം? എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. കഴിഞ്ഞ 5 വർഷക്കാലം അന്വേഷിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊന്നും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആരും നിൽക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുദൃഢമായ രൂപത്തിൽ അഴിമതിക്കെതിരായി നിലപാടെടുത്തിട്ട് പോകുന്ന ഗവൺമെന്റാണ്. അന്വേഷിക്കുമ്പോൾ എല്ലാം അന്വേഷിക്കണം. ദേശീയ ഗെയിംസ് ഞാൻ വിജയകുമാറിനോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ കേരളത്തിനകത്ത് എങ്ങനെയാണ് ദേശീയ ഗെയിംസ് നടത്തിയിട്ടുള്ളത്? എല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരട്ടെ. കഴിഞ്ഞ 5 വർഷക്കാലം ഏത് പ്രൊജക്റ്റാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ മായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്? നിങ്ങൾ അതിന്റെ മുമ്പിലുള്ള 5 വർഷം എടുക്ക്. കായിക മേഖല TPFE പദ്ധതി, കായിക ക്ഷമതാ പദ്ധതി, മറ്റ് എല്ലാ വിഷയങ്ങളിനകത്തും സമഗ്രമായിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട്. അപ്പോൾ തങ്ങൾക്ക് ഹിതമല്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഈ അഴിമതി ആരോപണമൊക്കെ ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കാനുള്ള ഈ നിലപാട് കേരളത്തിലെ ജനങ്ങൾ കായിക ലോകവും അംഗീകരിച്ചു കൊടുക്കില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഏത് അന്വേഷണത്തെയും നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ആര് വേണ്ടിക്കലും അന്വേഷിച്ചോട്ടെ, അതിലൊന്നും ഒരു തർക്കമില്ല. ഇത് ഇത്തരത്തിൽ പുകമറ സൃഷ്ടിക്കുന്നത് അന്യായമാണ്. ഇപ്പോൾ പുതുതായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ കായിക രംഗത്ത് പുതിയ ഒരു കാൽവെപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളെയും സഹകരിപ്പിച്ച്, കായിക മേഖലക്കകത്ത് ഉള്ള എല്ലാ ആളുകളെയും സഹകരിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് സ്വന്തം ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അന്വേഷിക്കുന്നില്ല. അവസാനം ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെ പുകമറയിടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാൽ കേരളത്തിലെ ആരും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. വിനീഷ്, താങ്കൾ പറയുന്നതിൽ ഒരു കാര്യം വേണമെങ്കിൽ ഒരു തർക്കത്തിനു വേണ്ടി അംഗീകരിക്കാം. അതായത് UDF സർക്കാർ ഇത് അന്വേഷിച്ചില്ല എന്നത് ശരിയാണ്. അത് അന്വേഷിച്ചിട്ടില്ല എന്നത് സമ്മതിക്കാം. പക്ഷേ അതിനു മുമ്പും ഈ ആരോപണം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ മുന്നിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ റിപ്പോർട്ടുണ്ട്. പിന്നെ താങ്കൾ സൂചിപ്പിച്ച അതിനു മുമ്പുള്ള TP ദാസൻ ചുമതലയേറ്റ ഉണ്ടായിരുന്ന സമയത്തെ വികസന പ്രവർത്തനങ്ങൾ, അതിൽ അഞ്ജു ബോബി ജോർജിൻ്റെ ഒരു കത്തിലെ പരാമർശം ഇതാണ്: 6 വർഷം പഴക്കമുള്ള മൂന്നാർ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സെൻറ്ററിൻ്റെ കാര്യം ഒന്ന് പരിശോധിക്കണം. ഇഷ്ടിക കൊണ്ടല്ല, അഴിമതിയുടെ ചൂളയിൽ ചുട്ടെടുത്ത എന്തോ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പോയി കാണണമെന്നാണ് അഞ്ജു ബോബി ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുൻ ഭരണസമിതിയുടെ കാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അടക്കം വലിയ അഴിമതി ഉണ്ട് എന്ന് 6 മാസം മാത്രം ചുമതല വഹിച്ച അഞ്ജു ബോബി ജോർജ് മനസ്സിലാക്കിയിരുന്നു. അതിന്മേൽ അവർ ചില നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴേക്കും അവർക്ക് പുറത്തു പോകേണ്ടി വന്നു എന്നാണ് അവർ ഈ കത്തിലൊക്കെ വ്യക്തമാക്കുന്നത്. വിജുമാറെ, ഈ മുന്നാർ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സെന്ററിന്റെ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. അത് ശ്രീ മോഹനചന്ദ്രൻ പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിൽ, കോൺഗ്രസിൻ്റെ നോമിനിയായിട്ടുള്ള മോഹനചന്ദ്രൻ പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ പ്രവർത്തനവുമെല്ലാം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ TP ദാസിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ പൂർത്തീകരണം മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ അഞ്ജു ബോബി ജോർജ് പറയുന്നത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ രംഗത്ത് അവരുടെ കായിക പ്രതിഭയെ, അവരുടെ കായിക രംഗത്തെ കഴിവിനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ശ്രീമതി അഞ്ജു ബോബി ജോർജ് കേരളത്തിൻ്റെ കൗൺസിലിനകത്ത് ചുമതലയെടുത്തതിന് ശേഷം ആകെ വിരളമായിട്ട് തന്നെയാണ് കൗൺസിലിനകത്ത് വന്നിട്ടുള്ളത്. അവർ ഇത്രയും ഫയൽ അവർക്ക് പഠിക്കാൻ വേണ്ടി സമയം കിട്ടിയോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ പറയുന്ന ഈ കാര്യങ്ങൾ എപ്പോഴാണ് പുറത്തു വന്നിട്ടുള്ളത് എന്ന് കേരള സമൂഹം കണ്ടിട്ടുള്ളതാണ്. മന്ത്രിയുമായി ബന്ധപ്പെട്ട് പോയി ഒരു വിഷയവും ഹലോ കേൾക്കുന്നു. മന്ത്രിയുമായി ബന്ധപ്പെട്ട് പോയി വളരെ സൗഹൃദത്തിൽ പിന്നെ സംസാരിച്ചു. ഒരു പ്രശ്നവുമില്ല. മന്ത്രിയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ കേരളത്തിനകത്ത് ഈ വിഷയം ഉണ്ടാക്കി. ഈ വിഷയം ഉണ്ടാവുന്നതിൻ്റെ ഭാഗം തന്നെ എന്ന് പറയുന്നത് ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കൗൺസിലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിൻ്റെ പ്രസിഡന്റ് ഇല്ലാതെയാണ് ഭൂരിഭാഗ സമയങ്ങളിലും അത് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ പറ്റി പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടും എന്ന ഘട്ടമെത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് കേരള സമൂഹത്തിനകത്ത് വില പോവില്ല. കൃത്യമായിട്ട് അത് അന്വേഷണം നടക്കട്ടെ. ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സലീം പി ചാക്കോ, നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? നിങ്ങളുടെ ഭരണസമിതിയുടെ കാലത്തെ
ആരോപിക്കപ്പെടുന്ന തരത്തിലുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കാൻ പോകുന്നു, അതിന്മേൽ നടപടിയെടുക്കാൻ പോകുന്നു, അതൊക്കെ പരിശോധിക്കാൻ പോകുന്നു. ആ സമയത്തെ സ്ഥലം മാറ്റം, നിയമനങ്ങൾ, അതുപോലെ തന്നെ ധൂർത്ത്, ഇതൊക്കെ പരിശോധിക്കാൻ പോവുകയാണ് ഈ ഭരണസമിതിയും വിജിലൻസും ഒക്കെ. അതിൽ ആശങ്കയുണ്ടോ? പ്രിയപ്പെട്ട വിജയകുമാരെ, ഒരു ആശങ്കയുടെ ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം ഒരു കാര്യം ബിനീഷ് അഴിമതിക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ബിനീഷ് അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2011 സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. 3 മാസം കൃത്യം കഴിഞ്ഞപ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പുനഃസംഘടിപ്പിച്ചു. ശ്രീമതി പത്മിനി തോമസിനെ പ്രസിഡന്റാക്കി. പിന്നെ ഈ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നത് എന്നാണെന്ന് അറിയാമോ? ജനുവരി 2-ാം തീയതി 2016 ജനുവരി 2-ാം തീയതിയാണ് അഞ്ജു ബോബി ജോർജിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി വരുന്നത്. എന്ന് വെച്ചാൽ 4.25 വർഷം ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരുന്നു കാര്യങ്ങൾ കേരളത്തിൽ നിയന്ത്രിച്ചത്. 14 ജില്ലകളിൽ, പത്തനംതിട്ട ഒഴിച്ചുള്ള 13 ജില്ലകളിലും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമാരും കമ്മിറ്റിയും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരായിരുന്നു. ആ കമ്മിറ്റികൾ ഇല്ലാതായത് 2016 ജനുവരി 2-നാണ്. ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കാം മനീഷേ, നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിലെ മറ്റൊരംഗം കൂടി ഉണ്ട്. അതുകൂടെ മനസ്സിലാക്കൂ. ഈ പറയുന്ന ഞാൻ മുമ്പ് സൂചിപ്പിച്ച വ്യക്തിയെ കൂടാതെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള മറ്റൊരു വ്യക്തി കൂടി ആരോപണ വിധേയനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബിനീഷിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ചില ആളുകളെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. കേരളീയ സമൂഹം ചർച്ച ചെയ്യുമെന്ന്. കേരളീയ സമൂഹം ചർച്ച ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് VS എന്താണ് പറയാനുള്ളതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. കാരണം 2006 ദോഹയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ കേരളത്തിലെ താരങ്ങൾ വിജയിച്ചു വന്നപ്പോൾ 2007 ജനുവരി 7-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു അനുമോദന ചടങ്ങ് നടന്നു. എൻ്റെ പ്രിയ സുഹൃത്തെ, അന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരായിരുന്നു അറിയാമോ? എൻ്റെ പ്രിയപ്പെട്ട TP ദാസൻ അവറാളായിരുന്നു. അന്ന് അദ്ദേഹത്തെ അതിൽ പങ്കെടുപ്പിച്ചാൽ ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കത്തില്ല എന്ന് അന്നത്തെ സ്പോർട്സ് മന്ത്രി സഖാവ് M വിജയകുമാറിനോട് മുഖ്യമന്ത്രി പറഞ്ഞു. സെൻട്രൽ സ്റ്റേഡിയം എന്തുകൊണ്ടാണെന്നറിയാമോ? സ്പോർട്സ് ലോട്ടറി അടക്കമുള്ള വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളും. അത് മാത്രമല്ലല്ലോ വിഷയം. എന്നെ കൊണ്ട് ഈ വൈകിട്ടത്തെ ചാനലിൽ പറയിപ്പിക്കണോ വിഷയം എന്താണെന്ന്? കേരളത്തിലെ സമൂഹത്തിന് അറിയാം ബിനീഷേ. നിങ്ങൾ അങ്ങനെ പറയുന്ന UDF-ലെ അഴിമതിയും മറ്റു ചില വിഷയങ്ങളും ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ ഇതിനൊക്കെ ഒത്താശ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഒത്താശ ഒന്നും ചെയ്യേണ്ടത്, ഞങ്ങളൊക്കെ ജയിലിൽ പോകാൻ വരെ തയ്യാറായി തന്നെയാണ്. പക്ഷേ നിങ്ങൾ പറയുന്നതാണ് എല്ലാം ശരി എന്ന് പറയുന്ന നിങ്ങളുടെ ഭാഷ്യമാണ് പ്രശ്നം. എല്ലാം ശരിയാകും എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പ്രഖ്യാപിച്ച ബോർഡിലെ 7 ആളുകളിൽ 3 ആളുകൾ കേരളത്തിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിമതി കാണിച്ചവരാണെന്ന് ഞങ്ങളാരും പറഞ്ഞതല്ല. സഖാവ് VS-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇരിക്കുമ്പോൾ തന്നെ അതിന്റെ വിശദീകരണം തേടാം. വിനീഷ്, ഇപ്പോൾ അതാണ് TP ദാസനെ കൂടാതെ ആരോപണ വിധേയർ മറ്റു 2 പേർ കൂടിയുണ്ട്. അങ്ങനെ ഈ 9 പേരിൽ 3 പേർ ഇപ്പോൾ തന്നെ ആരോപണ വിധേയരാണ്. അതാണ് ആക്ഷേപം. അങ്ങനെയുള്ള ആരോപണ വിധേയർക്ക് എങ്ങനെ അഴിമതി മുക്തമായ ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ കാഴ്ചവെക്കാൻ കേരളത്തിൽ കഴിയും എന്നാണ് സലീം പി ചാക്കോയെ പോലുള്ളവർ സംശയിക്കുന്നതും ചോദിക്കുന്നതും. ഞാൻ ആദ്യം തന്നെ സലീം ചാക്കോനോട് ഒരു മറുപടി പറഞ്ഞോട്ടെ. ഞങ്ങൾക്കൊന്നും ഒരു ധാർഷ്ട്യവുമില്ല സലീം ചാക്കോ. വളരെ വിനയത്തോടെയും ഒക്കെയാണ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചെല്ലാം കണ്ണൂരും ഒക്കെ അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ മതി. ഇവിടെ എന്താണ് പ്രശ്നം? ആരോപണം ആർക്കെതിരെയും ഉന്നയിക്കാം, കോടിക്കണക്കിന്. നമ്മളതിൽ വസ്തുതാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ഇപ്പോൾ ശ്രീ MR രഞ്ജിത്തിനെതിരെ ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ച് ഞാനിത് ആദ്യമായിട്ട് കേൾക്കുക. അത്തരത്തിലുള്ള ഒരു ആരോപണമൊന്നും ഇതിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോ സലീം ചാക്കോ പറയുമ്പോഴാണ് കേട്ടിട്ടുള്ളത്. അതൊന്നും ഒരു അടിസ്ഥാനത്തിനും വകയില്ലാത്തതാണ്. അടിസ്ഥാനരഹിതമൊന്നുമല്ല. ഞാൻ പേരെടുത്തല്ലേ പറഞ്ഞേ. ഞാൻ പറയും പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള സ്വന്തം ആളാണ് അല്ലേ.
ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്നത് VSന്റെ ആളാണ്, ബേബിയുടെ ആളാണ് ഒക്കെ, അതിലൊന്നും ഒരു വസ്തുതയില്ലല്ലോ. പലരും പലരുടെ ആളായിരിക്കും. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റുമാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇവർ അധികാരം ഏറ്റെടുത്തത് മുതൽ തന്നെ ഇത് പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് സന്നദ്ധമായിട്ടുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നാണ് സ്റ്റേ വാങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഗോദവർമ്മ രാജാവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജനാധിപത്യം കേരളത്തിൽ ഈ സ്പോർട്സ് രംഗത്ത് നിലവിലുണ്ടായിരുന്നു. ആ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ സ്പോർട്സ് കൗൺസിലിനെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലാ സ്പോർട്സ് കൗൺസിലും കായിക പ്രേമികളും ഒക്കെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, കോടതിയിൽ പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പിരിച്ചുവിടുന്നതെല്ലാം ഇങ്ങനെ നീണ്ടുപോയിട്ടുള്ളത്. അല്ലാതെ അതൊരു സൗജന്യമൊന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും എന്ത് വേണം, പത്മിനി തോമസ് പ്രസിഡന്റായിട്ട് 4 വർഷം ഉണ്ടായിട്ടുണ്ടല്ലോ. പത്മിനി തോമസ് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ UDF ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തതല്ലേ. എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നല്ലോ. എന്തേ ശ്രദ്ധയിൽപ്പെടുത്തായിരുന്നത്? അത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ. അപ്പോൾ ആരോപണം ആർക്കും ഉന്നയിക്കാം. അത് വസ്തുതാപരമായിട്ട് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അന്വേഷണം നടക്കട്ടെ, സംഭവം പുറത്തു വരട്ടെ, ഒന്നും മറച്ചു വെക്കാനില്ല. അതിന് ബഹുമാനപ്പെട്ട സലീമിന് എന്തിനാ ഈ പേടി? എല്ലാം അന്വേഷിക്കട്ടെ. അഞ്ജുവിന്റെ സഹോദരനെ നിയമിച്ചത് ഉൾപ്പെടെ എങ്ങനെയാണ് വന്നിന് എന്ന് അന്വേഷിക്കട്ടെ. ഒന്നും ബാക്കി വെക്കട്ടെ. അവസാനമായി ചുരുക്കത്തിൽ, അതായത് 10 വർഷത്തെ ആരോപണങ്ങൾ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊപ്പം സ്പോർട്സ് ലോട്ടറിയും ഒക്കെ അന്വേഷിക്കും. അതിനോടൊപ്പം തന്നെ അഞ്ജുവിൻ്റെ സഹോദരൻ്റെ നിയമനവും ആ സമയത്ത് നടന്ന സ്ഥലം മാറ്റങ്ങൾ അടക്കം അതിലൊക്കെയുള്ള പരാതികളും കൂടി അന്വേഷിക്കുകയാണ്. അതിൽ ആ സമയത്ത് ഭരണതലത്തിലുണ്ടായിരുന്നവരെ കൂടി ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ഒരു ഭയവുമില്ല. എല്ലാം അന്വേഷിക്കട്ടെ. ബിനീഷു പറഞ്ഞതിനോട്ട് സലീം പി ചാക്കോയ്ക്ക് ഒരു ഭയവുമില്ല. അന്വേഷിക്കട്ടെ, എല്ലാം അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ നെല്ലും പതിരും കേരളത്തിന്റെ കായിക രംഗത്ത് തിരിയാൻ പോവുകയാണ്. UDF വരുമ്പോഴും LDF വരുമ്പോഴും ചില നേതാക്കന്മാരെ സ്വാധീനിച്ചുകൊണ്ട് നടത്തുന്ന കായിക രംഗത്തെ ദേശീയ ഗെയിംസ് കൂടി അന്വേഷിക്കണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ദേശീയ ഗെയിംസ് കൂടി അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാവണം. എല്ലാം അന്വേഷിക്കട്ടെ. ഇവിടെ ദേശീയ ഗെയിംസ് ഒന്നും അല്ല. ദേശീയ ഗെയിംസ് ഒക്കെ CBI അടക്കം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്താ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ശരി സ്പോർട്സ് കൗൺസിലിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ദേശീയ ഗെയിംസിനകത്തൊക്കെ കാര്യങ്ങൾ ആരാണ് നിയമനം നടത്തിയത്? ആരാണ് കാലാകാലങ്ങളിൽ ആളുകളെ തിരികെ കയറ്റിയത്? എല്ലാം കേരളീയ സമൂഹം അറിയാൻ പോകുന്നു. എല്ലാം അറിയുന്ന തരത്തിലൊരു അന്വേഷണം നടക്കട്ടെ. സ്പോർട്സ് ലോട്ടറിയും ദേശീയ ഗെയിംസും സ്ഥലം മാറ്റവും നിയമനവും എല്ലാം അക്കാര്യത്തിൽ അന്വേഷണ പരിധിയിൽ വരട്ടെ. വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണമാണല്ലോ നടക്കുന്നത്. ഏതായാലും TP ദാസൻ ചുമതലയേറ്റ ശേഷമുള്ള സ്പോർട്സിന്റെ സംഘാടനവും അതിൻ്റെ ഭരണതലത്തിലുള്ള നടപടികളും കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഒപ്പം അത് സംബന്ധിച്ച അന്വേഷണവും വിജിലൻസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സലീം പി ചാക്കോ, OK വിനീഷ്, എല്ലാവർക്കും നന്ദി.